പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്തി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരഹൃദയം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചൻ്റെ വലിയൊരു ആത്മീയ കൂട്ടായ്മ സന്തോഷത്തിലായിരുന്നു കൊണ്ട് പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മെഴ്സി വൈദിക സമൂഹത്തിൻ്റെയും അഭിഷേക സിസ്റ്റേഴ്സിൻ്റെയും ശാലോം മിനിസ്ട്രീസിൻ്റെ ശാലോമിൻ്റെ എല്ലാ ശുശ്രൂഷകരുടെയും വലിയ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് ശാലോമിൻ്റെ എല്ലാ പ്രേക്ഷകർക്ക്, അതുപോലെ അഭിഷേകത്തിൻ്റെ പ്രേക്ഷകർക്ക് പുതുവത്സരത്തിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമ്മുടെ ജീവിതത്തിന് ഒരു തുടക്കമുണ്ടാകുക വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പുതിയ വർഷം പുതിയ കാര്യങ്ങളുടെ ഒരു തുടക്കമായി മാറട്ടെ. യേശയ്യായിലെ മനോഹരമായ വചനമുണ്ട്. യേശയ്യാ പ്രവചനം 43-ാമത്തെ അധ്യായത്തിൻ്റെ 18-19 വചനങ്ങൾ നിങ്ങൾക്കൊരു ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് തരികയാണ്. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പുതിയ വർഷത്തിൽ ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളുള്ള പരിശുദ്ധാത്മ ഉജ്ജ്വലിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ള സഹോദരങ്ങൾ, ശരിക്കും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സഹായകൻ മാത്രമല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വെളിപ്പെടുന്നിടത്ത് ദുഷ്ടാരൂപങ്ങൾ വിട്ടുമാറും, ബന്ധനങ്ങൾ അഴിയും, ചങ്ങലകൾ മാറും, വലിയ കൃപയുടെ അഭിഷേകം പരിശുദ്ധാത്മാവ് തരും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി ഈ ഒരു വർഷത്തിന് വേണ്ടി മുഴുവൻ അഭിഷേകം കർത്താവിനോട് ചോദിക്കുകയാണ്. നന്നായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, ചരിത്രത്തിലൂടെ കർത്താവേ വന്നിരിക്കുന്ന മനോഹരമായ പ്രാർത്ഥനയാണല്ലോ. കം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ വരിക. ഓ കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥതയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവേ, ഞങ്ങളെ മാത്രമല്ല ഞങ്ങളുടെ കുടുംബങ്ങളെ മുഴുവൻ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, കർത്താവേ, അഭിഷേകം വ്യാപരിക്കട്ടെ. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. കൈകളടിച്ച് അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവ്വജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഒരുമിച്ച് അന്ത്യകാലത്ത് സർവ്വജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ കൈകൾ ഉയർത്തി. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ വലിയ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുകയാണ്.
ഓ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ശുശ്രൂഷകൾ നടക്കുമ്പോൾ പൈശാചികങ്ങൾ വിട്ടുപോകും, രോഗികൾ സൗഖ്യം പ്രാപിക്കും, ബന്ധനങ്ങൾ അടിയും, തടസ്സങ്ങൾ മാറും. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് നൽകപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് അർപ്പിക്കാൻ പോകുന്ന വിശുദ്ധ കുർബാന അനന്ത യോഗ്യതയാൽ, ഈശോയുടെ കുരിശുമരണത്തിന്റെ ഉത്ഥാനത്തിന്റെ യോഗ്യതയാൽ, ഈശോയുടെ നാമത്തിന്റെ ശക്തിയാൽ, ഈശോയുടെ വചനത്തിന്റെ ശക്തിയാൽ, ഈശോയുടെ കുരിശിന്റെ അടയാളത്തിന്റെ ശക്തിയാൽ, ഈശോയുടെ പരിശുദ്ധ രക്തത്തിന്റെ അത്ഭുതകരമായ ശക്തിയാൽ കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓരോരുത്തരിലേക്ക് വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ കർത്താവേ ഒരു അഭിഷേകത്തിന് ഡെലിവറൻസ് ദൈവമേ ഇപ്പൊ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ദുഷ്ടാരൂപികളും ബന്ധനങ്ങളും ആധിപത്യങ്ങളും ശല്യങ്ങളും കുടുംബങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ വിട്ടൊഴിഞ്ഞ് നിത്യാഗ്നിയിൽ നിപതിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ മുഖവും തകർന്നു പോകും. കൈകളടിച്ച് വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു വീഴും. അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ മുഖവും തകർന്നു പോകും. വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു വീഴും. അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. കെട്ടുകൾ അഴിയട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വിടുതൽ പ്രാപിക്കട്ടെ. അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിന്റെ ശക്തി കൈകൾ ഉയർത്തി. അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ, ജ്ഞാനസ്നാനത്തിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ ഓ കർത്താവ് ഇവരുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഉച്ചരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉജ്ജ്വലിക്കട്ടെ കർത്താവേ. എല്ലാ കാര്യങ്ങളും അവ നന്നായി ചെയ്യുന്നു എന്ന വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ വർഷകാലങ്ങളിലെല്ലാം എല്ലാ കാര്യം നന്നായി ചെയ്യാൻ തക്കവിധം പരിശുദ്ധാത്മാവിന്റെ കൃപ വ്യാപരിക്കട്ടെ കർത്താവേ. ദൈവമേ, പാപത്തിൽ വീഴാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ ഈ വർഷം പരിശുദ്ധാത്മാവിന്റെ കൃപകൾ നിങ്ങളെ താങ്ങട്ടെ കർത്താവേ. ദൈവത്തിന്റെ കൃപ മതിയെന്ന് ശ്രീകാലിൽ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഓ കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ, വലിയ ജ്ഞാനത്തിന്റെ കൃപ, വലിയ അഭിഷേകത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ കർത്താവേ. ഈ വർഷം വളരെ നന്നായി പ്രാർത്ഥിക്കാനുള്ള കൃപ നിറയട്ടെ കർത്താവേ. നന്നായി പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം നിറയട്ടെ കർത്താവേ. എല്ലാ കുടുംബങ്ങളും അനുഗ്രഹം പ്രാപിക്കാൻ ഇടവരട്ടെ കർത്താവേ. കുടുംബത്തെ നയിച്ചുകൊണ്ട് പോകാൻ മാതാക്കൾക്ക് പ്രത്യേക ബ്ലെസ്സിംഗ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ജോലി കാര്യങ്ങൾ നന്നായി ചെയ്യാൻ ഓരോ യുവതി യുവാക്കന്മാരെ അനുഗ്രഹിക്കുന്ന കർത്താവേ. ദൈവമേ, ഈ വർഷം കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ വർഷമായി മാറട്ടെ കർത്താവേ. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ, നന്നായിട്ട് പഠിക്കാൻ കുഞ്ഞുങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ആരാധന 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 ആരാധന. ഓ കർത്താവേ, ഈ പുതുവർഷത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുത്തവരൊക്കെ അതെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് പോകാൻ പ്രത്യേകമായ ഒരു കൃപയുടെ കടാക്ഷം നൽകണമേ കർത്താവേ. തൊടാതിരിക്കരുത് കാരണം മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ആരാധന 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 സ്വയ ആരാധന ആരാധന സ്വയ ആരാധന ആരാധന സ്വയ ആരാധന സ്വയ ആരാധന. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കിരിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ എപ്പിസോഡുകളുടെ ഒരു തുടർച്ചയായ അഭിഷേക എപ്പിസോഡാണിത്. നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അത് കൃത്യമായിട്ട് ഓർമ്മയിൽ വരുന്നുണ്ടാവും. വ്യക്തിപരമായ പ്രാർത്ഥന എങ്ങനെ നടത്തണമെന്ന് നവംബർ മാസം അവസാനത്തെ ഒരു എപ്പിസോഡ്, അതേപോലെ തന്നെ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഒരു എപ്പിസോഡ് എടുത്തിരുന്നു. അപ്പോൾ അത് നിങ്ങളൊന്ന് കൗടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിൻ്റെ നമ്പറുകൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. പ്രിയമുള്ള സഹോദരങ്ങളെ, അതിനകത്ത് രണ്ടിലും എങ്ങനെയാണ് വ്യക്തിപരമായ പ്രാർത്ഥന നടത്തേണ്ടത്, ഒന്നാം ഭാഗത്തിൽ കുറച്ച് ഭാഗം, രണ്ടാം ഭാഗത്തിൽ അടുത്തത്, ഇന്ന് അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ. ആ നമ്പറുകൾ വേഗം ഒന്ന് നോട്ട് ചെയ്ത് എടുത്ത് വെച്ചോ. നിങ്ങളത് കൂടിയിട്ടില്ലെങ്കിൽ ഈ എപ്പിസോഡ് കഴിഞ്ഞിട്ട് അതൊന്ന് പോയി കൂടുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ച കിട്ടും. ഉറക്കെ പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ വ്യക്തിപരമായ പ്രാർത്ഥന എങ്ങനെ നടത്തണമെന്നുള്ള കഴിഞ്ഞ 2 എപ്പിസോഡുകളിലും പറഞ്ഞതിൻ്റെ ഒരു ഷോർട്ടാക്കി പെട്ടെന്ന് ഒരു ഓർമ്മ പുതുക്കലിന് വേണ്ടി പറയാം. അതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി എടുക്കണം.
നമ്മൾ സ്വസ്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് നല്ലൊരു ദൈവ സാന്നിധ്യത്തിലേക്ക് വരണം. അതിനുശേഷം ഈശോയുടെ തിരുരക്തം കൊണ്ട് നമ്മളൊന്ന് കഴുകപ്പെടുന്നു. അതാണ് ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞത്. അതിനുശേഷം പിന്നെ അടുത്ത എപ്പിസോഡിൽ കുറേ സമയം ഇരുന്ന് കർത്താവിന് നന്ദി പറയണം. ഈശോയ്ക്ക് കുറേ സമയം ഇരുന്ന് നന്ദി പറയണം. ആ നന്ദി പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ വ്യക്തിപരമായ ചില ബലഹീനത വീഴ്ചകൾ അതെല്ലാം ഓർത്ത് അനുദപിക്കണം. അതായിരുന്നു രണ്ടാമത്തെ എപ്പിസോഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ മൂന്നാമത്തെ എപ്പിസോഡിൽ വ്യക്തിപരമായ പ്രാർത്ഥന അടുത്തൊരു ഘട്ടത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ 1 മണിക്കൂർ വ്യക്തിപരമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിനുള്ളിൽ ഓരോന്ന് ഇങ്ങനെ വരുന്നത് നല്ലതാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത തലം നമ്മളിങ്ങനെ ഇന്നലെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് ഇന്ന് വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന ഈ 24 മണിക്കൂറിനുള്ളിൽ ഒക്കെ ഉണ്ടായ എല്ലാ നല്ല കാര്യങ്ങളും ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലുണ്ടായ ബലഹീനതകളെ ഓർത്ത് കർത്താവിനോട് മാപ്പ് ചോദിച്ചു. അങ്ങനെ മാപ്പ് ചോദിക്കുമ്പോൾ നമുക്ക് ചില വ്യക്തികളോട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ ജീവിത പങ്കാളിയോട് ഒരു ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിൻ്റെ ഒരു ചൊരുക്കിച്ചിരി ഇങ്ങനെ മനസ്സിൽ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഓഫീസിൽ പോയ സമയത്ത് അവിടെ ഒരു പ്രശ്നമായി, കാര്യത ഓക്കെ എങ്കിലും മനസ്സിലൊരു അതിങ്ങനെ ദിവസം പല പ്രാവശ്യം ഇങ്ങനെ തേട്ടി വരുന്നുണ്ട്. കിടക്കാൻ പോയ സമയത്ത് ഓർമ്മയും വന്നായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ അത് തന്നെ മനസ്സിൽ വന്നുകൊണ്ടാണ് ഇങ്ങനെ എഴുന്നേറ്റ് വന്നത്. അങ്ങനത്തെയുള്ള രമ്യതപ്പെടേണ്ട ക്ഷമിക്കേണ്ട മേഖലകളെല്ലാം ക്ലിയർ ഔട്ട് ചെയ്യണം. അത് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നിർബന്ധമായി വരേണ്ട ഒരു സംഗതിയാണ്. കൃപയുടെ തടസ്സങ്ങളെല്ലാം മാറ്റണം. ജോബിൻ്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 11-ാം തിരുവചനം, അവിടുന്ന് എന്നെ കടന്നു പോകുന്നു, ഞാൻ അവിടുത്തെ കാണുന്നില്ല, അവിടുന്ന് നടന്നു നീങ്ങുന്നു, ഞാൻ അവിടുത്തെ അറിയുന്നില്ല. ജോബ് പ്രാർത്ഥിക്കുകയാണ്, ജോബ് പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് പ്രത്യേക പശ്ചാത്തലത്തിലാണ് ജോബ് പറയുന്നത്. ഞാനതിന് ഇങ്ങനെ എടുത്തൊന്ന് വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ അഭിഷേകം അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വെറുപ്പോ വൈരാഗ്യമോ ഇരുന്നാൽ ഈ ദൈവ സാന്നിധ്യത്തെ സെൻസ് ചെയ്യാൻ പറ്റിയല്ല, ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയല്ല. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ദൈവത്തെ കാണാൻ പറ്റുന്ന, അനുഭവിക്കാൻ പറ്റുന്ന ഇതൊക്കെ നടക്കുന്നു. പക്ഷേ നമുക്ക് ഹൃദയത്തിൽ അല്പമെങ്കിലും ഒരു ഇറിറ്റേഷനോ വെറുപ്പോ വൈരാഗ്യമോ നീരസമോ അങ്ങനത്തെ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളോ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥകളോ ഹൃദയത്തിൽ ഇരുന്നാൽ അത് ദൈവത്തെ അനുഭവിക്കാൻ ഭയങ്കര തടസ്സമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞ ബലിപീഠത്തിലേക്ക് കാഴ്ച സമർപ്പിക്കാൻ പോകുമ്പോൾ ആദ്യം തന്നെ രമ്യതപ്പെട്ടിട്ട് പോകണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ മൃഗം കുഞ്ഞു കാര്യമാണെങ്കിലും അത് ചിലപ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കളയും. ഞാനിത് പറയുമ്പോൾ ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന് പറയുന്ന മനോഹരമായ ഒരു പുസ്തകം, അത് പല എപ്പിസോഡുകളിൽ പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കപ്പെട്ടുള്ള ഒരു പുസ്തകമായിരിക്കാൻ സാധ്യതയുണ്ട്. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു രംഗമുണ്ട്. സിസ്റ്റർ നഥാലിയ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ, ആ സിസ്റ്ററിന് കർത്താവ് കൊടുത്ത ചില വെളിപ്പെടുത്തലുകളൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് ഒരു ദിവസം സിസ്റ്റർ എങ്ങനെ ഇരുന്ന് ടി വിയിൽ എന്തോ വാർത്തകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു രംഗം കാണുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് അഭയാർത്ഥികൾ ഇങ്ങനെ കയറി വരികയാണ്. അങ്ങനെ അഭയാർത്ഥികൾ കയറി വന്ന ഒരു വീടിൻ്റെ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടുടമസ്ഥൻ വീട്ടിലുണ്ടായിരുന്ന നായയെ, പട്ടിയെ അതിനെ അഴിച്ചുവിട്ട് അഭയാർത്ഥികളെ മുഴുവൻ ഇങ്ങനെ കടിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സിസ്റ്റർ നഥാലിയ അവിടെ നിന്ന് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട മനുഷ്യരെ അഭയാർത്ഥികളായിട്ട് കയറി വന്നവരെ ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യുകയാണല്ലോ. അപ്പോൾ നഥാലിയുടെ മനസ്സിലൊരു ചിന്ത ഇങ്ങനെ വരികയാണ്, എന്തൊരു കഷ്ടം, എന്തൊരു മനുഷ്യനാണ് ഇയാൾ, എന്തൊരു ദുഷ്ടൻ, അങ്ങനത്തെ ഒരു ചിന്ത വരികയാണ്. എന്നിട്ട് ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്, ദൈവമേ അയാൾ അഴിച്ചുവിട്ട് ആ നായ അയാളെ തന്നെ ഒന്ന് തിരിച്ച് കടിച്ചായിരുന്നെങ്കിൽ. ആ സമയത്ത് കർത്താവ് സിസ്റ്റർ നഥാലിയയ്ക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് നഥാലിയോട് പറയുന്നത് ഇങ്ങനെയാണ്, ആ പട്ടിയുടെ കടിയേക്കുന്ന പാവപ്പെട്ട വേദനിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവരെ ആ വേദനയോ സഹനമോ പരിഗണിച്ച് ഞാൻ അവരെ അതെല്ലാം പറഞ്ഞ് ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് പറയാണ്, ആ നായ അഴിച്ചുവിട്ട് കടിപ്പിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുരിശിൽ മരിച്ചത്, ഉദ്ധാനം ചെയ്തത്. എന്നിട്ട് നഥാലിയ സിസ്റ്ററിനോട് പറയുകയാണ്, ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം എന്താണെന്നറിയാവോ? ദൈവം പറയാണ്, നിന്നെ എങ്ങനെ രക്ഷിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ചിന്തിച്ച് നോക്കിയേ,
നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു നീരസം, ചെറിയൊരു സംഗതി ഇരുന്നാൽ നമ്മുടെ ക്രമം മുഴുവൻ ചോർന്നു പോകും. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത്, ദൈവത്തിൻ്റെ കൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ, കാരണം വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമ്മൾ ചെയ്യേണ്ട ഈ കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മൾ അനുദപിക്കുന്നതിൻ്റെ ഒപ്പം ഏതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് ശരിയാക്കണം. അത് പ്രാർത്ഥിച്ച് അവരുടെ മനസ്സ് തുറന്നങ്ങ് ക്ഷമിച്ച്, അതെങ്ങനെ ക്ഷമിക്കുക? അവരെ അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അല്ലേ? അതുപോലെ അവരുടെ നന്മകൾ ഓർത്ത് കർത്താവിന് നന്ദി പറയുക. അനുഗ്രഹിക്കുക, അല്ലാതെ ശപിക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വചനമുണ്ട്. അതങ്ങ് പ്രാർത്ഥിച്ച് അതങ്ങോട്ട് ക്ലിയർ ഔട്ട് ചെയ്യണം. പിന്നെ ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിപരമായ പ്രാർത്ഥന തടസ്സങ്ങളെല്ലാം മാറുകയാണ്. കാരണം അനുതാപം കഴിഞ്ഞോ, ക്ഷമ കഴിഞ്ഞോ, എല്ലാം കഴിഞ്ഞു. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ. ഹല്ലേലൂയാ. 5-ാമത്തെ ഘട്ടം എല്ലാം എഴുതിയെടുക്കുന്നതിന് സന്തോഷം കേട്ടോ. 5-ാമത്തെ ഘട്ടം എങ്ങനെയാണ്? അപ്പം നമ്മൾ നന്നായിട്ട് അനുദപിച്ച്, നമ്മൾ ക്ഷമിച്ച്, അതേപോലെ തന്നെ ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകപ്പെട്ട് നന്ദി പറഞ്ഞ് ഇനി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, നമ്മളെ തന്നെ പരിപൂർണമായി കർത്താവിന് സമർപ്പിക്കണം. നമ്മളെ തന്നെ പരിപൂർണമായി സമർപ്പിക്കണം. ഈശോയ്ക്ക് നമ്മളെ തന്നെ അങ്ങ് വിട്ടുകൊടുക്കണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രിസ്ത്യാനുകരണം എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്ക് വളരെ പരിചയമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വളരെ മനോഹരമായ വാക്യം അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒരു സമർപ്പണത്തെക്കുറിച്ച് കർത്താവിൻ്റെ വെളിപ്പെടുത്തലാണ്. നീ നിന്നെ തന്നെ പൂർണ്ണമായും എനിക്ക് സമർപ്പിക്കാൻ പഠിക്കുന്നതിലും കൂടുതൽ എന്താണ് ഞാൻ നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? നീ എനിക്ക് നൽകുന്ന മറ്റൊന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ അന്വേഷിക്കുന്നത് നിന്റെ ദാനമല്ല, നിന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന കുറച്ച് സംഗതികളല്ല, പിന്നെയോ നിന്നെയാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റിൽ ക്രിസ്ത്യാനികളെ പഠിപ്പിക്കുകയാണ്, നമ്മളെ തന്നെ പൂർണ്ണമായി കർത്താവിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഒന്ന് പഠിക്കണം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തന്നെ പൂർണ്ണമായിട്ട് കർത്താവിന് അങ്ങോട്ട് സമർപ്പിക്കണം. എൻ്റെ ഈശോയെ, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കും. ഒരു സമർപ്പണം അങ്ങോട്ട് നടത്തണം. ഹല്ലേലൂയാ. 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 കൊരിന്ത്യക്കാർക്ക് 2-ാമത്തെ ലേഖനത്തിൽ 12:14 പൗലോസ് ശ്ലീഹ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തെന്നാൽ ഞാൻ കാംക്ഷിക്കുന്നത് നിങ്ങളെയാണ്, നിങ്ങൾക്കുള്ളതല്ല. കാര്യം പൗലോസ് ശ്ലീഹായ്ക്ക് സഭയെ സഹായിക്കാനൊക്കെ ആയിട്ട് പൈസയും കാര്യങ്ങളും അന്നത്തെ കാലത്ത് ദശാംശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്ലീഹ പറയുകയാണ്, ഓക്കെ ഇതൊക്കെ നല്ല കാര്യം, ബെസ്റ്റ്, ഓക്കെ നല്ല കാര്യം, പക്ഷേ ഞാൻ കാംക്ഷിക്കുന്നത് നിങ്ങളെയാണ്, നിങ്ങൾക്കുള്ളതല്ല. വീണ്ടും അടുത്ത വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ, കുടുംബത്തിൽ ഒരപ്പനെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിന് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. കുടുംബത്തിൽ ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ, അല്ലേ, ജീവിത പങ്കാളിക്ക് മക്കൾക്ക് വേണ്ടി ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മക്കൾക്ക് വേണ്ടി കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് കാര്യമില്ല. അത് വേണ്ടെന്നല്ല, അതിൻ്റെ അപ്പുറത്ത് നമ്മളെ തന്നെ ആ മക്കൾക്ക് വേണ്ടി സമർപ്പിക്കണം. കുറച്ച് പൈസയൊക്കെ അയച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അതുകൊണ്ട് കാര്യമായില്ല. നമ്മളെ തന്നെ കൊടുക്കണ്ടേ? ഇത് തന്നെയാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. കർത്താവ് പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്കുള്ളതല്ല, ഇതെല്ലാം ദൈവം തന്നതല്ലേ, അല്ലേ? നമുക്ക് എന്ത് നമ്മൾ കർത്താവിന് സമർപ്പിച്ചു അതെല്ലാം കർത്താവ് തന്നതാണ്. അതല്ല, നമ്മളെ തന്നെ പരിപൂർണമായി കർത്താവിന് സമർപ്പിക്കണം. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞാൽ ആറാമത്തെ ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് വളരെ മനോഹരമായ സംഗതിയാണ്. ജ്ഞാനവും പരിശുദ്ധാത്മാവും നിറയപ്പെടാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 1-ാം തിരുവചനം, ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ജ്ഞാനം നിറഞ്ഞാലുള്ള മനോഹരമായ ഒരു കൃപ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും സ്വാധീനം ചെലുത്തുകയും ഇന്നത്തെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഒരു ക്രമവും ചിട്ടയുമായിട്ട് പോകാൻ വേണ്ടി സാധിക്കും.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ജ്ഞാനം നിറഞ്ഞാലാണ് നമുക്ക് ദൈവത്തിന് ഇഷ്ടം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 2 ദിനവൃത്താന്തം 27:6 പഠിപ്പിക്കുന്നത്, കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് തൻ്റെ ജീവിതം ക്രമപ്പെടുത്തിയതിനാൽ യോദ്ധാം പ്രബലനായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ യോദ്ധാം എന്ന് പറഞ്ഞ രാജാവ് നല്ല പ്രബലനായി എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ബെസ്റ്റ് മുൻപന്തിയിലെത്താൻ കാരണം എന്താ? കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിതത്തെ മുഴുവൻ ക്രമപ്പെടുത്തി. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞത് ക്രമപ്പെടുത്താൻ എളുപ്പമാർഗമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനം, പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് നമ്മളുടെ ഉള്ളിലുണ്ട്, പുറത്തുനിന്നല്ല വരുന്നത്. അതങ്ങ് ഉജ്ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9, 17, 18 പഠിപ്പിക്കുകയാണ്, അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്വത്തെ നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? എങ്ങനെ ദൈവഹിതം മനസ്സിലാക്കും? ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി അങ്ങയ്ക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു, അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 കാര്യങ്ങൾ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ജ്ഞാനം നിറയാൻ ഓ ജ്ഞാനമേ എഴുന്നള്ളി വരിക, അല്ലേ? പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരിക. ജ്ഞാനവും പരിശുദ്ധാത്മാവും നിറയപ്പെടാൻ വേണ്ടി കുറച്ച് നമ്മൾ നന്നായിട്ട് സ്തുതിച്ചോ എങ്ങനെയെങ്കിലുമൊക്കെ നന്നായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 30-ാം തിരുവചനത്തിൽ ഒരു കുറച്ചുകൂടെ ആഴത്തിലുള്ള വെളിപ്പെടുത്തൽ കിടക്കുന്നുണ്ട്. യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവശാസ്ത്രപരമായി ഒരുപാട് അർത്ഥമുള്ളൊരു വചനമാണ്. പഴയ നിയമത്തിലെ ജ്ഞാനമെന്ന് പറയുന്ന പുതിയ നിയമത്തിൽ ഈശോ മിശിഹായാണ്. അതുകൊണ്ടാണ് ദൈവം അവനെ, ഈശോയെ, നമുക്ക് ജ്ഞാനവുമാക്കി, നീതിയാക്കി, വിശുദ്ധീകരണമാക്കി, പരിത്രാണമാക്കി. അപ്പം പഴയ നിയമത്തിൽ നമ്മൾ ജ്ഞാനം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് അറിയുമ്പോൾ പുതിയ നിയമത്തിൽ ഈശോയാണ് വന്ന് നിറയുന്നത്. കുറേ സമയം ഈശോയെ വന്ന് നിറയണമേ, ജ്ഞാനമേ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ, ദാഹിച്ച് പ്രാർത്ഥിക്കുക. ഇനി 7-ാമത്തെ ഘട്ടം. 7-ാമത്തെ ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുകയാണ്. അത് 2 തരത്തിൽ ചെയ്യാം. ഒന്ന്, നമ്മൾ വചനം എടുക്കുക, ദൈവത്തിൻ്റെ വചനം എടുക്കുക. കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഈശോയുടെ ഒരു വചനം ചോദിക്കുക. ആ വചനം ഒരൊറ്റ വേർഡല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ഭാഗം എടുത്ത് അങ്ങോട്ട് വായിക്കുക. അങ്ങനെ വായിച്ചു കഴിഞ്ഞിട്ട് കർത്താവ് എന്തെങ്കിലും നമ്മളോട് സംസാരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈശോ ചിലപ്പോൾ പറഞ്ഞു തരും. ചിലപ്പോൾ ചില കാര്യങ്ങൾക്കൊരു ഉത്തരം തരും. മറ്റു ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചന തരും. ചിലപ്പോൾ ഒരു അനുതാപത്തിൻ്റെ വിഷയം തരും. ചിലപ്പോൾ ഒരു നന്ദിയുടേതായിരിക്കാം. ചിലപ്പോൾ ഒരു പ്രാർത്ഥന, എന്തെങ്കിലും ആത്മാവ് സംസാരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ബൈബിളൊക്കെ തുറന്ന് വായിക്കുന്ന സമയത്ത് ഇത് എനിക്ക് പറ്റിയ വചനമല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വേറൊന്നും എടുക്കണ്ട. കർത്താവ് നമ്മളോട് സംസാരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒന്ന്, ദൈവത്തിൻ്റെ വചനത്തിലൂടെ സംസാരിക്കുക പറഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക. അത് മാത്രം പോരാതെ പിന്നെ എന്താ വെച്ചാൽ കുറച്ച് സമയം നല്ല നിശബ്ദതയിൽ ഇരുന്നിട്ട് ഈശോയുടെ സ്വരം കേൾക്കുക. ആ ഈശോയുടെ സ്വരം കേൾക്കുന്നത് എങ്ങനെയാണ്? ഈശോയുടെ സ്വരം കേൾക്കാൻ നമ്മുടെ മനസാക്ഷിയിൽ ഇങ്ങനൊരു തോന്നൽ, ഒരു പ്രേരണ, അങ്ങനത്തെ ഒരു ചില ഇൻസ്പിറേഷൻസ് ആ സമയത്ത് നമുക്ക് കിട്ടും. അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ബൈബിൾ തുടങ്ങുന്നവർക്ക് ചിലപ്പോൾ ഇത് വരും. പക്ഷേ ഇതെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ച് വരുന്നത് ഒരു അനുഭവമായിട്ട് മാറ്റപ്പെടും. ഞാൻ ഓർക്കാണ്, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഈശോ സംസാരിക്കും. ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കണ്ട, പണ്ടൊരു അഭിഷേകത്തിൽ ഒരു എപ്പിസോഡിൽ ഒരു സാക്ഷി എടുത്ത് ഓർക്കുന്നുണ്ടാവും. അതൊരു വ്യക്തിയോട്, ഒരു മക്കളുണ്ടാകാത്ത ഒരു കുടുംബത്തിൽ ഇരിക്കുന്ന പുള്ളി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവിൻ്റെ ആത്മ പറയാം, നിന്റെ മദ്യപാനം നിർത്തുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഒരു തോന്നൽ ഇങ്ങനെ വരികയാണ്. പുള്ളി മദ്യപാനം നിർത്തി. അപ്പോൾ തന്നെ കർത്താവ് പിറ്റേ മാസം അനുഗ്രഹിച്ച് ഭാര്യ പ്രഗ്നൻ്റായി. മക്കളില്ലാത്തൊരു കൂടെ ദൈവം അങ്ങോട്ട് തൊട്ടില്ലേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഓർക്കാൻ കഴിഞ്ഞ പിന്നെ അട്ടപ്പാടി ഡീക്കന്മാരുടെ ധ്യാനം ഉണ്ടായിരുന്നു. ഈ വർഷങ്ങൾക്ക് പട്ടം കിട്ടുന്ന ഡീക്കന്മാരുടെ ധ്യാനം, ഒരു 150 ഡീക്കന്മാരുണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ ഒരു ഡീക്കൻ പറഞ്ഞ കാര്യം ഓർക്കാണ്, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രൈസാവർഷിപ്പ് എന്ത് കഴിഞ്ഞിട്ട് വ്യക്തിപരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡീക്കനോട് പറയുകയാണ്, നീ നിൻ്റെ വലത് കൈ കൊണ്ട് നിൻ്റെ കഴുത്തിന് പുറകിൽ ഒരു കുരിശ് വരയ്ക്കുക. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-13 വർഷമായിട്ട് ഈ ചെമ്മാച്ചന് കഴുത്തിന് വേദന കൊണ്ട് ഒരു നിർവാഹമില്ല. അതായത് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് വായിക്കാൻ ബുദ്ധിമുട്ട്, കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട്. അതുപോലെ കഴിഞ്ഞ 13 വർഷം ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്തതാണ്.
അപ്പോൾ പിന്നെ ഇതിനിപ്പം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടാവും? ഇതിൻ്റെ അല്ല എന്താ പറയണത്, അങ്ങനെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അസുഖമായിട്ട് മനസ്സുകൊണ്ട് അംഗീകരിക്കും. കാരണം 13 വർഷമായി അവരെയാണ് ഇങ്ങനെ കുരിശ് വരയ്ക്കുക. ആ ചമാച്ചൻ ഈ സ്വരം കേട്ട ഒരു തോന്നലാണ്, ആ ഒരു കുരിശ് വരച്ച് ആ സെക്കൻഡിൽ കഴുത്തിന് എന്തൊരു കാര്യം സംഭവിച്ചു. പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ലാസ്റ്റ് സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഉറക്കാണ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ കേൾക്കുന്ന ദൈവസ്വരം, വചനത്തിലൂടെ കേൾക്കുന്ന സ്വരം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥന കേൾക്കുന്ന സ്വരം, ആ സ്വരം ഒരു പേപ്പറിൽ നിങ്ങളിങ്ങനെ എഴുതി വയ്ച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾ നന്ദി പറഞ്ഞ് മടുക്കും. ഹല്ലേലൂയ. നന്ദി പറഞ്ഞ് മടുക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മടുപ്പ് തോന്നുന്നതല്ല. അതിൻ്റെ അർത്ഥം നമുക്ക് നന്ദി പറഞ്ഞാലും തീരെയല്ല. അതുപോലെ തന്നെ അവസ്ഥയിലേക്ക് കർത്താവ് നമ്മളെ നയിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് 7 കാര്യങ്ങൾ നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥന കുറച്ചൊരു അനുഭവപ്രദമായിട്ട് മാറുമെന്ന് ഞാൻ കർത്താവിൽ പ്രത്യാശിക്കുകയാണ്. ഇതൊക്കെ ഈ എപ്പിസോഡിലും കേട്ടൊന്ന് പരിശീലിച്ചാൽ മതി. പിന്നെ ഇത് നോക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഒന്ന് എഴുതി വെച്ചിട്ട് നോക്കി ഓരോന്ന്, പിന്നെ പെട്ടെന്ന് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കും. എല്ലാ ദിവസവും പേഴ്സൺ പറഞ്ഞ് നടത്താൻ കർത്താവ് അനുഗ്രഹിക്കും. ഈശോ ആ ഒരു പ്രത്യേക ക്രമം നിങ്ങൾക്ക് തരട്ടെ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമുക്ക് സുപരിചിതമായ വചനം ഓർക്കാം. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിട്ടിഞ്ഞു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തെളിവെന്ന് പറയുന്നത് ഒരുപാട് സമയം അവരുമായി സംസാരിക്കുമെന്നുള്ളതാണ്. ഇൻസുലിൻ ജേസിൽ മനോഹരമായി ഇങ്ങനെ വെളിപ്പെടുത്തലുണ്ട്. സംഭാഷണത്തിലൂടെയാണല്ലോ സൗഹൃദം, സ്നേഹം വളരുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ടാകാം, വാചിക പ്രാർത്ഥനകൾ. ഇതെല്ലാം നല്ലത് തന്നെ. എന്നാൽ അത് മാത്രം പോരാ. ഈശോയുടെ സന്നിധിയിൽ കുറേ സമയം ഈശോയോട് സംസാരിക്കണം. ഈശോയുടെ സ്വരം കേൾക്കണം. ഈശോയുടെ സ്വരം കേൾക്കണം. ഈശോയുടെ സ്നേഹം അനുഭവിക്കണം. അവിടുത്തെ സാന്നിധ്യത്തെ സന്തോഷം കൊണ്ട് നിറയണം. നീർച്ചാല് തേടി വരുന്ന മാൻപേടയെ പോലെയുള്ള ദാഹമുള്ളൊരു ഹൃദയത്തിന് വേണ്ടി സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അങ്ങയെ സ്നേഹിക്കാനൊരു കൃപ, അങ്ങനെ ഒപ്പം ഇരിക്കാനൊരു കൃപ, മണിക്കൂറുകൾ പേഴ്സണൽ അങ്ങോട്ട് സംസാരിക്കാനും സ്വരം കേൾക്കാനൊരു കൃപ ഞങ്ങൾക്ക് തരണം. കർത്താവ് ഞങ്ങളെ സഹായിച്ചാൽ ഞങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീർച്ചാലുകൾ തേടി വരും മാൻപേട പോൽ ഞാൻ വരുന്നു. നീർച്ചാലുകൾ തേടി വരും മാൻപേട പോൽ ഞാൻ വരുന്നു. കൈകൾ ഉയർത്തി. സ്നേഹമേ, വറ്റാത്ത സ്നേഹമേ, തീരാത്ത ദാഹമായി ഞാൻ ദൈവ സ്നേഹം കൊണ്ട് ഹൃദയങ്ങൾ നിറയട്ടെ. സ്നേഹമേ, വറ്റാത്ത